2 ഏജൻസികളെ സമീപിച്ചെങ്കിലും കുറേ എൻ്റെ സമയവും പണവും പോയി എന്നല്ലാതെ കൃത്യമായി റിസൾട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ ശാരീരികവും മാനസികവുമായി തളർന്ന് ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികൾ. 10 വർഷം കൊണ്ട് ഞാൻ വീട്ടേണ്ട കടങ്ങൾ 2 വർഷം കൊണ്ട് വീട്ടി. ഫിനാൻഷ്യൽ ഫ്രീ ആയി എങ്ങനെ 2 വർഷം കൊണ്ട് 1 കോടി നേടി എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഇനി വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. ഇദ്ദേഹം വളരെ കുറച്ച് ലൈവ് ക്ലാസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് കൂടുതലും നമ്മുടെ റെക്കോർഡിംഗ് മാത്രം കണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയത് 1 2 ലക്ഷമല്ല, 10 20 ലക്ഷമല്ല, 50 60 ലക്ഷമല്ല, 1 കോടി രൂപയാണ് ഉണ്ടാക്കിയത്. Yes, so ladies and gentlemen, let me invite Mr. Anup Patel. Congratulations, Anup Patel. Our 23rd 1 CR champion. Yes. Yes. നിങ്ങൾ എത്ര പേർക്ക് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ടെക്നിക്കൽ അറിവൊന്നും ഇല്ലാത്ത ഞാൻ എങ്ങനെ 2 വർഷം കൊണ്ട് 1 കോടി നേടി എന്നറിയാൻ ആഗ്രഹമുണ്ട്? താങ്ക് യു. എൻ്റെ പേര് അനൂപ് പട്ടർ. ഞാനൊരു ലൈഫ് ഹീലിംഗ് കോച്ചാണ്, മെൻറ്ററാണ്. എൻ്റെ 1 CR സക്സസ് സ്പീച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. നിങ്ങളുടെ അനുഭവത്തോടു കൂടെ ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞു തുടങ്ങാം. ഞാൻ കോഴിക്കോട് മുക്കം സ്വദേശിയാണ്. ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. PG പഠനത്തിന് ശേഷം 10 വർഷത്തോളം വിവിധ സ്ഥാപനങ്ങളിൽ ഞാൻ ജോലി ചെയ്തു. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ആഗ്രഹിച്ചൊരു സാലറിയോ ജോലിയിൽ നിന്നൊരു സന്തോഷം എനിക്ക് കിട്ടിയില്ലായിരുന്നു. വീണ്ടും ഞാൻ 2 പാർട്ട്ണർഷിപ്പ് ഫേമുകൾ തുടങ്ങി. അതും തികഞ്ഞ പരാജയമായിരുന്നു. പിന്നീട് വീണ്ടും കടമെടുത്ത് 2019 ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി. അതിൽ പേഴ്സണൽ കൗൺസിലിങ്ങും സൈക്കോളജിക്കൽ ടെക്നിക്കുകളും ഹോളിസ്റ്റിക് തെറാപ്പികളും ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളുമായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അങ്ങനെ ഇതൊന്ന് സ്റ്റെപ്പ് ചെയ്ത് മുന്നോട്ട് പോയി എല്ലാം ഒന്ന് റെഡിയാകുന്ന സമയത്താണ് വലിയൊരു ബ്ലോക്ക് പോലെ കോവിഡ് വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കിയായത് കുറേ കടങ്ങളും ബാധ്യതകളുമായിരുന്നു. അങ്ങനെ ശാരീരികവും മാനസികവുമായി തളർന്ന് ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികൾ. നിങ്ങളുടെ എത്ര പേർക്ക് ഇത്തരം സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്? താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ്സിനെ ഓൺലൈനിലേക്ക് കൊണ്ടുവന്നു. കോവിഡിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യക്കാർ എൻ്റെ പ്രൊഡക്റ്റിനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് പരസ്യം കൊടുത്തു. 2 ഏജൻസികളെ സമീപിച്ചെങ്കിലും കുറേ എൻ്റെ സമയവും പണവും പോയി എന്നല്ലാതെ കൃത്യമായി റിസൾട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഓൺലൈനിൽ വെച്ച് 5 വെബിനാർ ഞാൻ പങ്കെടുത്തു. പക്ഷേ ടെക്നിക്കൽ അറിവില്ലാത്തതുകൊണ്ട് ഞാനതിൽ പിന്തിരിഞ്ഞ് ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്തിരിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിൽ വിപിൻ സാറിൻ്റെ പരസ്യം കാണുന്നത്. കണ്ടപ്പോൾ തന്നെ ചെറിയൊരു പ്രതീക്ഷ തോന്നി. പിന്നെ ഞാൻ 99ൻ്റെ പ്രോഗ്രാമിൽ ചേർന്നു. അങ്ങനെ ആ ക്ലാസ്സിൽ സാർ പറഞ്ഞ ഭൂരിപക്ഷം കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളായിരുന്നു. ആ ക്ലാസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത 2 പോയിന്റുകൾ, ഒന്ന് സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത വിപിൻ സാർ വീട്ടിൽ നിന്ന് കോടികൾ സമ്പാദിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്. രണ്ടാമത്തത്, വിപിൻ സാർ ഉപയോഗിക്കുന്ന ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. ആ വാക്ക് ആ സമയത്ത് എനിക്ക് തന്ന കോൺഫിഡൻസ് വളരെ വലുതായിരുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞാൻ സിൽവറിൽ ജോയിൻ ചെയ്തു. 1ാമത്തെ ആഴ്ച തന്നെ ഫേസ്ബുക്ക് ആഡ് തുടങ്ങി. ഓരോ ദിവസവും 100 മുതൽ 200 വരെ ലീഡ് വരാൻ തുടങ്ങി. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ ക്ലാസ്സിലേക്ക് വന്ന് അവരെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ മാറ്റിയെടുത്തു. അങ്ങനെ സിൽവർ ബാച്ചിൽ വന്നതിന് ശേഷം മാസം 45,000 വരുമാനമുള്ള എനിക്ക് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ സമ്പാദിക്കാനായി. അങ്ങനെ ഇതേപോലൊരു DMRൽ ഞാൻ എറണാകുളത്ത് വെച്ച് ഓൾ ഓഫ് ഫെയിം അവാർഡ് വാങ്ങി. അന്ന് 1 കോടി നേടിയ ആളുകളുടെ ഒരുപാട് പോസിറ്റീവ് വാക്കുകൾ എന്നെ സ്വാധീനിച്ചു. അങ്ങനെ ഞാൻ ഡയമണ്ടിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തെങ്കിലും 80% ഞാൻ വിപിൻ സാർ റെക്കോർഡിംഗ് കണ്ടുകൊണ്ടാണ് പഠിച്ചിരുന്നത്. അങ്ങനെ ഡയമണ്ട് ബാച്ചിൽ ജോയിൻ ചെയ്താൽ എനിക്ക്
ഒരു മാസം 4 മുതൽ 5 ലക്ഷം വരെ സമ്പാദിക്കാനായി. അങ്ങനെ 2 വർഷം കൊണ്ട് എനിക്കൊരു കോടി നേടാനായി. നിങ്ങളിൽ എത്ര പേർക്ക് ഞാൻ 1 കോടി നേടാൻ ഉപയോഗിച്ച 3 ടിപ്പുകൾ, സീക്രട്ടുകൾ അറിയണമെന്നുണ്ട്? താങ്ക് യു സോ മച്ച്. ടിപ്പ് നമ്പർ 1, കൺസിസ്റ്റന്റ് ആഡ് സ്ട്രാറ്റജി. ഇതിൽ എത്ര പേര് ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കുന്നവരുണ്ട്? താങ്ക് യു സോ മച്ച്. സാധാരണഗതിയിൽ ആളുകൾ പരസ്യം കൊടുക്കും, കുറച്ച് ലീഡ് വന്നു കഴിഞ്ഞാൽ അങ്ങ് നിർത്തും. പക്ഷെ ഞാൻ നിർത്തിയില്ല. ഡയമണ്ട് ബാച്ചിൽ പറഞ്ഞു തന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളൊന്നായിരുന്നത് ഞാനത് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് പേർ എൻ്റെ ക്ലാസ്സിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ എനിക്ക് 1 കോടി നേടാനായി. ടിപ്പ് നമ്പർ 2, താങ്ക് യു സോ മച്ച്. ടിപ്പ് നമ്പർ 2, 3 ലെവൽ മെമ്പർഷിപ്പ്. ഡയമണ്ട് ബാച്ച് വരുന്നതിന് മുൻപ് എൻ്റെ പ്രൊഡക്റ്റിന് ഒരു സ്ട്രക്ചർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് ആളുകൾ വരുമ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ സിൽവർ, ഗോൾഡ്, ഡയമണ്ട് എന്നീ 3 കോഴ്സുകളാക്കി മാറ്റി. അതിനുശേഷമാണ് എനിക്കൊരു കോടി നേടാൻ സാധിച്ചത്. ഇതാണ് എൻ്റെ 2ാമത്തെ ടിപ്പ്. താങ്ക് യു സോ മച്ച്. ടിപ്പ് നമ്പർ 3, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ശ്രദ്ധിക്കുക. മെൻറ്റർ ആൻഡ് ഡയമണ്ട് സപ്പോർട്ട്. വിപിൻ സാർ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്തതുകൊണ്ടും ഡീറ്റെയിൽ സപ്പോർട്ട് കിട്ടിയതുകൊണ്ടുമാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് 1 കോടി നേടാനായത്. അങ്ങനെ താങ്ക് യു സോ മച്ച്. അങ്ങനെ 10 വർഷം കൊണ്ട് ഞാൻ വീട്ടേണ്ട കടങ്ങൾ 2 വർഷം കൊണ്ട് വീട്ടി. ഫിനാൻഷ്യൽ ഫ്രീ ആയി. താങ്ക് യു സോ മച്ച്. ഫിനാൻഷ്യലി ഫ്രീ ആയി. ഡയമണ്ട് വെച്ച് വരുന്നതിന് മുൻപ് എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് 5000 ആയിരുന്നു. ഇന്നത് 62,000-ന് മുകളിലാണ്. ലൈഫ് ഹീലിംഗ് ഹബ് എന്ന് പറയുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് കേരളത്തിനകത്തും വിദേശത്തുമുള്ള 25,000 മലയാളികളുണ്ട്. താങ്ക് യു. ഞാനിന്ന് ജീവിക്കുന്നത് എൻ്റെ ഡ്രീം ലൈഫിലാണ്. എന്നെ ഡ്രീം ലൈഫിലേക്ക് എത്തിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡോക്ടർ വിപിൻ സാറിനാണ്. സോ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അതേപോലെ തന്നെ നമ്മളെ ഡീറ്റെയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായി മാനേജ് ചെയ്യുന്ന ഷാലു മിസ്, താങ്ക് യു സോ മച്ച്. ഇതേപോലെ എനിക്ക് പേഴ്സണലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വിമൽ സാർ, താങ്ക് യു സോ മച്ച് സാർ. ഇതേപോലെ ഓരോ ദിവസത്തെ ക്ലാസ്സും കൃത്യമായി, ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ലെങ്കിൽ പോലും കൃത്യമായി അതിന് എല്ലാ ദിവസവും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഷെൽമ മിസ്, ഞാനിവിടെ കാണുന്നില്ല, താങ്ക് യു സോ മച്ച്. അതേപോലെ ഈ ടീമിൻ്റെ പവർ ഉണ്ടല്ലോ, ജെ ടീം, അതൊരു വല്ലാത്ത പവറാണ്. അവരെല്ലാവരെയും, ഈ ഗ്രൂപ്പിലെ എല്ലാ ക്രൂസിനോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ ഇതേപോലെ എൻ്റെ അച്ഛനോടും അമ്മയോടും എൻ്റെ കുടുംബാംഗങ്ങളോടും എൻ്റെ ടീംമേറ്റ്സിനോടും എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോടും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ജെ സുഹൃത്തുക്കളോടും എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയതിൽ പങ്കുവഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഞാൻ ഈ നിമിഷത്തിൽ ഓർത്തെടുക്കുകയാണ്. അവർക്കെല്ലാം നന്ദി. എൻ്റെ ഈ ഒരു 1 കോർ സ്പീച്ച് കേട്ടിരുന്ന നിങ്ങൾക്കും നന്ദി. നിങ്ങൾക്കെൻ്റെ വിജയാശംസകൾ. അങ്ങനെ ഞാൻ ഡി എം ആറിൽ നിങ്ങളെപ്പോലെ 1 ഹോൾ ഓഫ് ഫെയിം അവാർഡ് വാങ്ങി ഈ ഒരു വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കരുതിയൊരു കാര്യമാണ്, അടുത്ത തവണ ഞാൻ ഡി എം ആറിൻ്റെ സ്റ്റേജിൽ വന്നിരിക്കുമ്പോൾ 1 കോടി അവാർഡ് വാങ്ങുന്നുള്ളത്. അത് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ടെക്നിക്കൽ അറിവൊന്നുമില്ലാതെ എനിക്കൊരു കോടി നേടാൻ സാധിക്കുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ്. യെസ്, അനൂപ് പട്ടാർ, സൂപ്പർ അനൂപ്, താങ്ക് യു സോ മച്ച്. സൂപ്പർ. റിസീവ് ദ ലോൺ.